ഹലോ, എല്ലാവർക്കും ഹായ്. ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി നെല്ലിക്ക അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 1/2 കിലോ നെല്ലിക്ക ഉണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലിട്ട് വേവിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുക. വെള്ളം തിളയ്ക്കുമ്പം ആവി വരാൻ തുടങ്ങും. അന്നേരം ഈ നെല്ലിക്ക അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു മൂടി വെച്ചിട്ട് അങ്ങ് മൂടിയിട്ട് നമുക്ക് ഇതങ്ങ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ കുഴഞ്ഞങ്ങ് പോവും. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതേപോലെ കളറൊക്കെ മാറിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വെന്തിട്ടുമുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് നെല്ലിക്ക ചൂടാറാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും മുളകും ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറഞ്ഞത് 1 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം. ഇതിപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ 1 മണിക്കൂർ ഇതങ്ങ് മൂടി വെക്കുകയാണ്. എന്നാലേ നമുക്ക് ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിക്കുകയുള്ളൂ. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവുമ്പം 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും പൊട്ടി. അതിന് ശേഷം ഒരു 3 ഉണക്കമുളക് അങ്ങ് കീറിയിട്ടിട്ട് കൊടുക്കാം. ഇപ്പം മുളക് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുഴുവൻ വെളുത്തുള്ളി, അതായത് 1 കുടം മുഴുവൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ചിലർ ഇഞ്ചി ഇടും, ഞാൻ ഇഞ്ചി ഇടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അങ്ങ് കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടി പൊടിച്ചതാണിത്. ഇതങ്ങിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എളുപ്പം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങ് മൂപ്പിച്ചെടുക്കാം മസാലയൊക്കെ. ഇപ്പം മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് വിനാഗിരി. ഇപ്പം വിനാഗിരി നമുക്ക് പുളി കുറവാണെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങ് നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരണം.
അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചാറ് നമ്മൾ ഇരുന്ന് ചൂടാറുമ്പം ഒന്നും കൂടി അങ്ങ് തിക്കായിക്കോളും. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് നാരങ്ങാച്ചാറോ മാങ്ങാച്ചാറോ ഒക്കെ ഇടാവുന്നതാണ്. മാങ്ങാച്ചാർ ഇടുമ്പോൾ മാങ്ങ വേവിക്കേണ്ട ആവശ്യമില്ല. നാരങ്ങ ആണെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഇതേപോലെ തന്നെ അങ്ങ് ഇട്ടാൽ മതി അച്ചാറ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇനി നമുക്കൊരു പളുങ്ക് പാത്രത്തിലോട്ടാക്കാം. ഇത് പൊട്ടും വെള്ളവും ഇല്ലാതെ തുടച്ചു വെച്ചിരിക്കുന്ന പാത്രമാണിത്. അച്ചാറ് നമ്മൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. അച്ചാർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നെല്ലിക്ക മാത്രമല്ല, മാങ്ങയാണേലും നാരങ്ങയാണേലും വെളുത്തുള്ളി ആണേലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ താഴെയായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു.